t plus I sin t where 0 less than or equal to t less than or equal to 2 pi. ഇതൊരു പാരാമട്രൈസ്ഡ് കർവാണ്. ഇവിടെ കിട്ടുന്നത് വെച്ചാൽ ടീൻ്റെ വാല്യൂ 0 മുതൽ 2 പൈ വരെ റൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഒരു സർക്കിൾ ആയിരിക്കും. സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. ഇതായിരിക്കും ഇതിൻ്റെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതുപോലെ കോമൺ ആയിട്ടുള്ള കേവ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ പറയാം. ഫസ്റ്റ് തന്നെ രണ്ട് പോയിന്റ്സ് സെറ്റ് നോട്ടും സെറ്റ് വണ്ണും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ എ ലൈൻ കണ്ടെയ്നിങ് ദി പോയിന്റ്സ് സെറ്റ് നോട്ട് ആൻഡ് സെറ്റ് വൺ. എ ലൈൻ സെഗ്മെന്റ് അല്ല, എ ലൈൻ കണ്ടെയ്നിങ് ദി പോയിന്റ് സെറ്റ് നോട്ട് ആൻഡ് സെറ്റ് വൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരാമെട്രൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ടി ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഇൻറ്റു 1 minus t പ്ലസ് സെറ്റ് വൺ ടി where t varies from -infinity to +infinity. ഇതാണ് ഒരു ലൈനിൻ്റെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ സെറ്റ് നോട്ട് ആൻഡ് സെറ്റ് വണ്ണിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. പാരാമെട്രിക് ഇക്വേഷൻ പാരാമെട്രൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിന് പകരം ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ ഇവിടെ ഈ ഇതിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഒരു ലൈൻ സെഗ്മെന്റ് ഫ്രം സെറ്റ് നോട്ട് ടു, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രൈസേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ അവിടെ റേഞ്ച് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ ഫസ്റ്റത്തെ പറഞ്ഞതിൽ ടി -infinity മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫിനിറ്റ് ലൈൻ കിട്ടുന്നത് അത് സെറ്റ് നോട്ട് ടു സെറ്റ് വൺ വരെ പോകാവുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ക്ലിയർ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്താൽ മതി. ടീൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് ഉള്ള എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ലൈൻ സെഗ്മെന്റ്, എ പാരാമെട്രൈസേഷൻ ഓഫ് ദി ലൈൻ സെഗ്മെന്റ്. ഇനി ഒരു റേ ആണെന്ന് വിചാരിക്കുക, അതായത് എ പാരാമെട്രൈസേഷൻ ഓഫ് ദി റേ എമിനേറ്റിംഗ് ഫ്രം സെറ്റ് നോട്ട് ആൻഡ് കണ്ടെയ്നിങ് സെറ്റ് വൺ. ഇവിടുന്ന് സെറ്റ് നോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് സെറ്റ് വണ്ണിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റേയിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അതും ഇതേ സെയിം പാരാമെട്രൈസേഷൻ തന്നെയാണ്, പക്ഷെ അതിൽ ലിമിറ്റ് വ്യത്യാസമുണ്ട്. അതിൽ വരുന്നത് ഇവിടുന്ന് തുടങ്ങണം, സെറ്റ് നോട്ടിൽ നിന്ന് തുടങ്ങണം. സോ 0ൽ തുടങ്ങിയിട്ട് പിന്നെ ഇൻഫിനിറ്റി ആയിട്ട് പോവുകയാണ്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇത് തന്നെ സെറ്റ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് ഇൻറ്റു 1 minus t പ്ലസ് സെറ്റ് വൺ ടി. സോ ഇതാണ് ഒരു റേയിൻ്റെ പാരാമെട്രൈസേഷൻ. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് സർക്കിളാണ്. ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. ഇതിൻ്റെ പാരാമെട്രൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സെൻറ്റർ സെറ്റ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി വേർ ദിസ് ടി വേരീസ് ഫ്രം 0 to 2 പൈ. ഇതാണ് ഒരു സർക്കിളിൻ്റെ പാരാമെട്രൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സർക്കിളിൻ്റെത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇമേജ് ഓഫ് എ പാരാമെട്രിക് കർവ് അണ്ടർ എ കോംപ്ലെക്സ് മാപ്പിംഗ്. ഇഫ് W equal to f of z is a complex mapping and if C is a curve parameterized by set t a less than or equal to t less than or equal to b, then W of t is equal to f of zt is a parameterization of the image C dash of C under W equal to f of z. ഇങ്ങനെ ഒരു കോംപ്ലെക്സ് മാപ്പിംഗ് ഉണ്ട്. സി എന്ന് പറയുന്ന കർവ് പാരാമീറ്ററൈസ് ചെയ്ത് സെറ്റ് ടി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ പാരാമീറ്ററൈസേഷൻ W ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ്, ഈ ഫംഗ്ഷനിൽ ഇമേജിൻ്റെ പാരാമീറ്ററൈസേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? W ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ചെയ്താൽ മതി. നെക്സ്റ്റ് പാരാമീറ്ററൈസേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്ലോട്ട് ദി പാരാമെട്രിക് കർവ് സി ഗിവൻ ബൈ സെറ്റ് ടി ഇസ് ഈക്വൽ ടു 1 plus 2 e raised to it.
set t equal to 1 plus 2 e raised to it 0 less than or equal to t less than or equal to 2 pi എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കിൾ ആണ്. സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 1 ആൻഡ് റേഡിയസ് 2. അങ്ങനെ ഒരു സർക്കിൾ ആണ് പാരാമെട്രിക് കർവ്. തന്നിരിക്കുന്ന പാരാമെട്രിക് കർവ് സി. ഫൈൻഡ് എ പാരാമെട്രൈസേഷൻ ഓഫ് ദി ഇമേജ് സി ഡാഷ് ഓഫ് സി അണ്ടർ w ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ്. സോ ഇതിൻ്റെ പാരാമെട്രൈസേഷൻ കാണണം. ഇതിൻ്റെ പാരാമെട്രൈസേഷൻ കാണുമെന്ന് പറഞ്ഞാൽ w ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ഓഫ് ടി കണ്ടാൽ മതി. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഇ റേസ് ടു ഐ ടി ആണ്. ഇതിന് സെറ്റ് ഓഫ് ടീൻ്റെ ടേംസിൽ എഴുതുക. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ടി പ്ലസ് 1 മൈനസ് ഐ. ഇനി സെറ്റ് ഓഫ് ടിക്ക് ഈ പാരാമെട്രൈസേഷൻ കൊടുക്കുക. 1 പ്ലസ് 2 ഇ റേസ് ടു ഐ ടി പ്ലസ് 1 മൈനസ് ഐ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് 1 2 മൈനസ് ഐ പ്ലസ് 2 ഇ റേസ് ടു ഐ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്ലോട്ട് സി ഡാഷ് ആൻഡ് ഡിസ്ക്രൈബ് ദിസ് കർവ് ഇൻ വേർഡ്സ്. ഇമേജിൻ്റെ പാരാമെട്രൈസേഷൻ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ്. സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 2 മൈനസ് ഐ, അഥവാ സെൻറ്റർ 2 മൈനസ് 1 ആയിട്ടുള്ളതും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ നമുക്ക് മാപ്പിംഗ് ആവുന്ന സമയത്ത് 2 കോംപ്ലക്സ് പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ സി വരയ്ക്കും. സി എന്ന് പറഞ്ഞാൽ 1 സെൻറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ 1 0 സെൻറ്ററായിട്ട് 2 റേഡിയസ് ഉള്ള. സോ ഇതാണ് 1 0 എങ്കിൽ 2 റേഡിയസ് ഉള്ള എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ പോകും. ഇതാണ് 2 റേഡിയസ് ഉള്ള 1 0 സെൻറ്ററായിട്ടുള്ള ഇത്. അത് നമ്മൾ സെഡ് എന്ന് പറയുന്നത് സെറ്റ് പ്ലെയിനിൽ വരയ്ക്കും. ഇനി ഡബ്ല്യു പ്ലെയിനിലാണ് ഇമേജ് വരയ്ക്കുക. ഇമേജിൻ്റെ ഇതെന്ന് വെച്ചാൽ 2 മൈനസ് ഐ, 2 മൈനസ് 1 1 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇത് സെൻറ്ററായിട്ട് 2 റേഡിയസിൽ എന്ന് പറയുമ്പം ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയുള്ള ഒരു സർക്കിളായിരിക്കും. 2 റേഡിയസും 2 മൈനസ് 1 സെൻറ്ററായിട്ടുള്ള ഇത്. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്തു, വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ദിസ് ഇസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 2 മൈനസ് ഐ ആൻഡ് റേഡിയസ് 2. Next question, find the image of the line segment from 1 to I under the complex mapping W equal to I Z conjugate. ഇവിടെ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 1 to I ആണ്. അതിൻ്റെ പാരാമെട്രൈസേഷൻ നിങ്ങൾക്കറിയാം. വിച്ച് ഈസ് സെറ്റ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ആദ്യത്തെ പോയിന്റ് സെറ്റ് നോട്ട് ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് രണ്ടാമത്തെ പോയിന്റ് സെറ്റ് ഇൻറ്റു ടി. ഇവിടെ ഈ കേസിലാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് 1, രണ്ടാമത്തെ പോയിന്റ് ഐ. സോ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് നോട്ടിന് 1 കൊടുക്കുക, സെറ്റിന് ഐ കൊടുക്കുക. ഐ കൊടുത്താൽ നിങ്ങൾക്ക് 1 മൈനസ് ടി പ്ലസ് ഐ ടി എന്ന് കിട്ടും. ഇനി നമ്മളെ മാപ്പിംഗ് നോക്കുക. W ഈക്വൽ ടു ഐ സെഡ് കോൺജുഗേറ്റ് ആണ്. സോ W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ടി, ഐ സെഡ് ഓഫ് ടി ഹോൾ കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു സെറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന സെറ്റ് ഓഫ് ടി കൊടുക്കുക. ഐ ഇൻറ്റു 1 മൈനസ് ടി പ്ലസ് ഐ ടി ഇതിൻ്റെ കോൺജുഗേറ്റ്. സോ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് സിമ്പിൾ ഇക്വേഷൻ ആക്കി മാറ്റണം. അതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ഐ ഇൻറ്റു 1 മൈനസ് ടി, ഇത് ഹോൾ ബ്രാക്കറ്റാണ്, പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ടി ഇതിൻ്റെ കോൺജുഗേറ്റ്. ഇതിൽ ഐൻ്റെ പാർട്ടിൽ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അതായത് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പം മൈനസ് ഐ 1 മൈനസ് ടി മൈനസ് ടി, മറ്റൊരു പറഞ്ഞാൽ മൈനസ് ടി മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ടി. അല്ല, ആദ്യത്തെ ഈ ഫോം തന്നെ എഴുതിയാൽ മതി. നമുക്ക് ഇതിലുള്ള സെറ്റ് നോട്ടും സെറ്റ് വണ്ണും കാണണം. ഇപ്പോൾ സെറ്റ് നോട്ട് എന്ന് പറയുന്നത് മൈനസ് ഐയും സെറ്റ് വൺ എന്ന് പറയുന്നത് മൈനസ് വണ്ണും. അപ്പം ഇമേജ് എന്ന് പറയുന്നത് ഇതും ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് ജോയിനിങ് മൈനസ് ഐ ടു മൈനസ് 1. ഇനി ഇതിന്റെ പിക്ചർ വരയ്ക്കണം.
നമ്മൾ നേരത്തെ സെറ്റ് പ്ലെയിനും ഡബ്ല്യു പ്ലെയിനും വേറെ വേറെ ആയിട്ട് എടുത്തിട്ടായിരുന്നു നമ്മൾ വരച്ചത്. മറ്റൊരു മെത്തേഡ് ഉണ്ട്. മറ്റൊരു മെത്തേഡിൽ എന്താ, സെക്കൻഡ് മെത്തേഡിൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് പ്ലെയിനിൻ്റെ മുകളിൽ തന്നെ ഡബ്ല്യു പ്ലെയിനും വെക്കും. അതായത് രണ്ടും കോയിൻസൈഡ് ചെയ്ത് കിടക്കും. എന്നിട്ട് രണ്ട് ഫിഗറും ഒരു ചിത്രത്തിൽ തന്നെ വരയ്ക്കും. എക്സ് വൈ യു വി അങ്ങനത്തെ നൊട്ടേഷൻസ് ഒക്കെ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. കോംപ്ലക്സ് പ്ലെയിൻ വരയ്ക്കുക. ആദ്യത്തേത് 1 മുതൽ I വരെയുള്ള ലൈൻ സെഗ്മെൻ്റ് ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 0, I എന്ന് പറഞ്ഞാൽ 0 1. സോ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സി എന്ന് പറയുന്ന കർവ് ഉപയോഗിച്ചിട്ട് വരച്ചിരിക്കുന്നത്. ഇതിനെ അണ്ടർ ദിസ് മാപ്പിംഗ് W = I Z T കോൺജുഗേറ്റ് എന്നുള്ള മാപ്പിംഗ് യൂസ് ചെയ്തിട്ട് വരച്ചപ്പം മാപ്പിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി ദാറ്റ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം -I to -1. -I എന്ന് പറഞ്ഞാൽ 0 -1, -1 എന്ന് പറഞ്ഞാൽ -1 0. അതായത് ഈ ലൈൻ സെഗ്മെൻറ്റ്, അതായത് W = F of Z ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇപ്പം ഞാൻ രണ്ട് ഫിഗറും ഒരു പ്ലെയിനിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ കോംപ്ലക്സ് മാപ്പിംഗ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. Next question, find the image of the upper semicircle with center, origin and radius 2 under the complex mapping W = Z square. Suppose let C denote the upper half of the circle with Z = 0 and radius 2. അങ്ങനെയാണെങ്കിൽ സിൻ്റെ പാരാമീറ്ററൈസേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. Z is equal to Z0 plus. Z0 എന്ന് പറയുന്നത് ഇവിടെ ഒറിജിൻ ആണ്. സോ അത് 0 ആണ്. 0 പ്ലസ് റേഡിയസ് 2 ആണ്. സോ 2 e⁻IT. 0 ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത് അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് പറഞ്ഞത്. അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് ടീൻ്റെ വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to π വരെ പോയാൽ മതി. 2π ആകുമ്പോൾ ഫുൾ സർക്കിൾ ആകും. അതിൻ്റെ പകുതി കിട്ടാൻ അപ്പർ ഹാഫ് സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ T ലെസ് ദാൻ ഓർ ഈക്വൽ π യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഫങ്ഷൻ മാപ്പിംഗ് നോക്കുക. If C dash denote the image of C under the mapping W = Z square, then a parameterization of C dash എങ്ങനെ പറയാൻ പറ്റും? W of T എന്ന് പറയുന്നത് F of Z of T ആണ്. F of Z of T എന്ന് പറഞ്ഞാൽ Z square of T, Z of T square. Z of T എന്ന് പറഞ്ഞാൽ ഇതാണ് 2 e⁻Z of T ആണ്. സോ Z of T എന്ന് പറഞ്ഞാൽ 2 e⁻IT ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4 e⁻I2T. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ T ലെസ് ദാൻ ഓർ ഈക്വൽ π. ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ ഫോമിൽ ഇവിടെ e⁻IT എന്നേ വരാൻ പാടുള്ളൂ. ഇവിടെ I2T എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളൊരു പാരാമീറ്ററൈസേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ജസ്റ്റ് T ആയിട്ട് കിട്ടണം, IT ആയിട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് 2T = പുതിയൊരു പാരാമീറ്റർ S കൊടുക്കുന്നു. സോ 2T = S ആണെങ്കിൽ S വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2T, 2π. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2π എന്ന് കിട്ടും. സോ ഇതിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ that means 4 e⁻IS എന്നാണ്. where 0 ലെസ് ദാൻ ഓർ ഈക്വൽ S ലെസ് ദാൻ ഓർ ഈക്വൽ 2π. സോ ദിസ് is a circle with center at origin and radius 4. സോ ഇത് നേരത്തെ വരച്ച പോലെ തന്നെ സെറ്റ് പ്ലെയിനിൻ്റെ മുകളിൽ W പ്ലെയിൻ വരത്തക്ക വിധത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സീൻ്റെ ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒറിജിൻ, സെൻറ്റർ ഒറിജിനായിട്ടും +2 -2 2 റേഡിയസ് ആയിട്ടുള്ള അപ്പർ ഹാഫ് സർക്കിൾ. ഇവിടുന്ന് മാപ്പ് ചെയ്തിട്ട് കിട്ടുന്ന സർക്കിള് സെൻറ്റർ കിട്ടുന്നത് ഒരു സർക്കിളാണ്. സെൻറ്റർ ഒറിജിനാണ്, റേഡിയസ് 4 ആണ്. സോ ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പറയാം W = Z square. പുറത്തത്തെ C ഡാഷും അകത്തത് C യും. ഈ രീതിയിലാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്.